ഹലോ അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ല. നല്ല ചൂടാണ് കേട്ടോ, പിടുത്തം വിട്ട ചൂടാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വിഷുവായിട്ട് നമ്മളെ ശ്രീജൻ്റെ വകയായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഓള വകയാണ്. അപ്പോൾ MRലാണ് പോയത്. MRൽ ഓൾക്ക് ഒരേ നിർബന്ധം MR പോയാൽ മതിയെന്ന്. അങ്ങനെ MR പോയി. അപ്പോൾ 29 ഐറ്റം സദ്യയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. ശ്രീജ അതാ മൊബൈലിൽ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം സൂപ്പറായിരുന്നു. അവിടെ സ്റ്റാഫ് സൂപ്പറായിരുന്നു. നല്ല പിന്നെ ജാടില്ലാത്ത നമ്മളെ ചെറിയ ചെക്കന്മാരായിരുന്നു, നമ്മളെ കുട്ടികളായിരുന്നു. നല്ല സ്നേഹത്തോടെ സംസാരിക്കാനും അപ്പോൾ ചെയ്യാനെല്ലാം നല്ല ഇതായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 3 പേരാണ് ഞങ്ങൾ ആദ്യം വന്നത്, പിന്നെ ഒരാൾ പിന്നെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ തമാശയും പറഞ്ഞിട്ടാണ് ഒരു ഫുഡെല്ലാം ഇങ്ങനെ എടുക്കുന്നത്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കാണാത്തൊരു സാധനമുണ്ട്. ഷുഗർ മാത്രമല്ല, അല്ല പിന്നെ മറ്റേ ഉപ്പ് മാത്രമല്ല, പിന്നെ പഞ്ചസാരയും കൂടി ഇട്ടപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നു. അപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾ വിഷുവിന് മുളകും പൊടി ഇട്ട് തരുമെന്നാണ് ഞങ്ങൾ ചോദിച്ച് അവരെ കളിയാക്കിയിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പഞ്ചസാര കൊടുത്ത് ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയാത്തതുകൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പഞ്ചസാര തരുന്നത്. ഉപ്പെല്ലാം സാധാരണയാണ്, പക്ഷേ പഞ്ചസാര നമ്മൾ ഇലയിലിട്ടിരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. നല്ല ഒരു പാൽപ്പായസവും അടപ്രഥമനും ഉണ്ടായിരുന്നു. പിന്നെ മോര്, രസം എല്ലാം ക്ലാസ്സിലാണ് ഇതവർ കൊണ്ടുവന്ന് നിരത്തി തരുന്നത്. പിന്നെ എല്ലാ സാധനവും സൂപ്പറായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയതല്ല എല്ലാവർക്കും പറയാനുള്ളതെന്ന്. പക്ഷേ കാശ് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഒരു സദ്യക്ക് നല്ല കാശുണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ അതെനിക്കൊരു തോന്നി. അപ്പോൾ ഖത്തറിലുള്ളവരോടോ പറയുന്നത്, ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ MRൽ പോയി ഫുഡ് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ, എങ്ങനെ ഇന്നലെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാ പിന്നെ മാങ്ങച്ചാറ്, നാരങ്ങ കാന്താരി ഇട്ടിട്ട് പിന്നെയുണ്ട് കേട്ടോ നാരങ്ങ. ഇത് നാരങ്ങ അച്ചാറ് വെറും ഉപ്പിട്ടിട്ട്, പിന്നെ ഒരു കാന്താരി ഇട്ടിട്ട് ഒരു അച്ചാറും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ ഇത് ഒരു സാധനം കൊടുന്നാൽ പിന്നെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ട്. അതുപോലെ എല്ലാം മേലൊന്നും ആളുകൊണ്ട് നമുക്ക് മേലൊന്നും സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെന്താ പറയുക, എല്ലാവരും ഇന്നലെ അടിച്ച് പൊളിച്ചില്ലേ വിഷുവിന് ഓണത്തിനെല്ലാം നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് ഈ സദ്യ തന്നെ ആയിരിക്കും അല്ലേ? ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാ. ഒന്നില്ല നമ്മൾ വീട്ടിലുണ്ടാക്കണം, ഒന്നില്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് കഴിക്കണം. പിന്നെ ഓണം, വിഷു, പിന്നെ പെരുന്നാളും എല്ലാം ഇതേപോലെ ഒന്ന് ഫുഡെല്ലാം കഴിച്ച് പാർക്കിൽ പോകല്ലോ, ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. ഇതല്ലേ നമ്മളെ പ്രവാസിയായ നമുക്കുള്ളൂ. നാട്ടിലാവുമ്പോൾ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി ഫ്രണ്ടാളെ വീട്ടിൽ വിളിച്ച് അല്ലേ. നാട്ടിലാവുമ്പോൾ എല്ലായിടത്തും ക്ഷണം ഉണ്ടായി അവിടെ പോയി ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല, വൈകുന്നേരം പോയി നല്ല രസമല്ലേ, പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും എല്ലാം. ഇവിടെ നമുക്ക് എന്താളുമ്പോൾ ഒന്നുമില്ല. ഡ്രസ്സ് എടുത്താൽ നമ്മളത് ഇടും, ഇതേപോലെ ഹോട്ടലിൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കും കഴിക്കും, പിന്നെ ഒന്ന് പാർക്ക് പോകും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മളെ ഇവിടുത്തെ ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും നമ്മളെ പെരുന്നാളായാലും എല്ലാം ഇതേ ഉള്ളൂ ഇവിടെ പ്രവാസികൾക്ക്. പിന്നെ ഓർക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. നമ്മളെ കഷ്ടപ്പാട് തീരെയില്ല എപ്പോഴും. അപ്പോൾ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ ആഗ്രഹം അത് നമ്മളും കൂടി നമ്മൾ അത് ആഗ്രഹം തീർക്കാൻ നോക്കണം. നമുക്ക് വേറെ ഒന്നുമില്ല അല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഉള്ള സമയം സന്തോഷത്തോടെ നിൽക്കുക. ഞാനതേ പറയും, ആരും വെറുപ്പിക്കാതെ ആരും സങ്കടപ്പെടുത്താതെ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഉള്ള സ്നേഹം നിലനിർത്തി കൊണ്ടുപോവുക. അത് നമ്മുടെ ഫ്രണ്ടായാലും ഇപ്പോൾ നമ്മളിവിടെ എത്ര കൂട്ടുകാരുണ്ടെങ്കിലും നിലനിന്ന് പോവുക, അതേ ഉണ്ടാവുകയുള്ളൂ. ആരും വെറുപ്പിക്കാതെ സ്നേഹത്തോടെ പോകാൻ നോക്കുക. ചിലപ്പോൾ നമ്മൾ വെറുപ്പിച്ച് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഓരോടൊന്ന് ക്ഷമ ചോദിക്കാൻ പോലും സമയം കിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ആ ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞാൽ വിചാരിച്ച സമയത്തായിരിക്കും നമ്മൾ മണ്ണിൻ്റെ അടിയിൽ പോവുക. അപ്പോൾ ആരും വെറുപ്പിക്കാതിരിക്കുക. വേക്കോട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നാതിരിക്കുക. ഞാനത് ചെയ്തില്ല, ഞാൻ ഇത് ചെയ്തില്ല പടച്ചോനെന്ന് ആ ഒരു കുറ്റബോധം ഇല്ലാതെക്കണമെങ്കിൽ നമ്മൾ അതേപോലെ ജീവിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര കണ്ടില്ലേ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം എന്താണാവോ കൂടുതലുണ്ടാവുക.
പിഞ്ചിപ്പുളി എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷു ഒന്നല്ല അങ്ങനെ പോയി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ്, പറയാനും അറിയില്ല, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, എന്തിനാണ് ലൈക്ക് അടിക്കാതിരിക്കുന്നത്, ലൈക്ക് അടിക്കുക. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് എന്നറിയാം. അപ്പോൾ വീണ്ടും ഞാൻ പറയണേ ഹാപ്പി വിഷു. അപ്പോൾ അടുത്തല്ലേ നമുക്കും ഇങ്ങനെ കൂടാനും കഴിക്കാനും എല്ലാം വിധി തരട്ടെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അവിടെ ഞാൻ അരി ഇട്ടതാട്ടോ റെക്കോർഡ് കൊടുക്കുമ്പോൾ, സോറി, അപ്പോൾ വിസിലടിച്ചതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോകും. അപ്പോൾ നാട്ടിൽ നിന്നെല്ലാം വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും കാണിക്കണ്ട്, വീടെല്ലാം കാണിക്കണ്ട്, ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്കും വേണ്ടി എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. പിന്നെ അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പോകാനായിട്ടില്ല, ഒരു ഇതുമില്ല, പക്ഷെ പോയേ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോണത്. ഇൻഷാ അല്ലാഹ് ഞാനൊരു 1.5 മാസം നിൽക്കുകയുള്ളൂ, പറയാൻ പറ്റില്ല, അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് എല്ലാം പെട്ടെന്ന് കയറും. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല വർഷം വരട്ടെ. എല്ലാവരും പണിയിലെല്ലാം പഠിച്ചോ ബർക്കത്ത് തരട്ടെ. അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുടുംബങ്ങളിങ്ങനെ കൂടി വരികയാണ് എൻ്റെ യൂട്യൂബിൽ. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് എന്നെ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത്രയല്ലേ പറയാനുള്ളൂ. അപ്പോൾ പിന്നെന്താ ഇവിടെ ഖത്തറിൽ പറയാനുള്ളത്, നല്ല ചൂടാണ്, ഇന്ന് നല്ല പൊടിക്കാറ്റാണ്, അലർജി ഉള്ളവരെല്ലാം നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.